എന്താ മോളെ? അച്ഛന് വിഷമം തോന്നരുത്. എനിക്ക് നാളെ തിരിച്ചു പോണം. കോളേജ് അടച്ചപ്പോ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നെന്ന് നുണ പറഞ്ഞിട്ടാണ് സിസ്റ്റർ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ സിസ്റ്റർക്കും പ്രയാസമായിരിക്കും. എതിര് പറയരുത്. എനിക്ക് പോയേ തീരൂ. പൊയ്ക്കോളൂ. അച്ഛന്റെ കൂടെ നിൽക്കാൻ ഉള്ളുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോയല്ലേ പറ്റൂ. നുണ പറഞ്ഞ് കടം വാങ്ങിയ കുറച്ച് ദിവസങ്ങളെ സ്വന്തമായി ഉള്ളൂ എന്നറിയാം. നീ വന്ന സന്തോഷത്തിൽ അച്ഛൻ അതൊക്കെ മറന്നു മോള്. പോയാലും സൗകര്യം കിട്ടുമ്പോ എന്റെ മോൾ ഓടി വരണം. അതിനു മുമ്പ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കരയരുത്. എന്റെ മോള് പൊയ്ക്കോ. പോണ്ടാന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അച്ഛന് നിന്നെ കണ്ട് മതിയായില്ല മോളെ, അതുകൊണ്ടൊരു വിഷമം. ചെന്ന് കിടന്നുറങ്ങ്. പൊയ്ക്കോ. ഞാൻ നാളെ പോകുന്നില്ല. ഏതായാലും രേവതി വന്നത് നന്നായി അല്ലേ? എന്തോ പിന്നെ ബാലമാവൻ ഇപ്പൊ പഴയ ആളെയല്ല. ബാലമാമന് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അത്രയ്ക്ക് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അച്ഛനും അമ്മയും ഇല്ലാതെ ആരും സഹായത്തിനില്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങി നടന്ന ഞാൻ ഒരു ഡോക്ടറാവാൻ വല്ല വഴിയുണ്ടോ? ബാലമാവനൊന്ന് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ? പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്പലപ്പറമ്പിൽ ചീട്ടും കളിച്ച് വല്ല പെമ്പിള്ളാരെ കമന്റ് അടിച്ച് തനി അലവലാതിയായനെ. എനിക്കുള്ള എല്ലാത്തിനും ഞാൻ ബാലമാമനോട് കടപ്പെട്ടിരിക്കുന്നു. ഈവൻ ഫോർ യു. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. സിസ്റ്റർ ഫ്ലോറ. ഹലോ, ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഞാൻ ഡോക്ടർ മാധവൻകുട്ടി. ഇല്ല, രേവതി അച്ഛനോട് പുറത്തു പോയിരിക്കുകയാണ്. രേവതിയുടെ അച്ഛൻ ആളാകെ മാറിയിരിക്കുകയാണ്. ഐ മസ്റ്റ് സേ ട്രെമൻഡസ് ഇംപ്രൂവ്മെന്റ്. അയ്യോ, ധൃതി വെക്കരുത്. ഗിവ് us some more time. ഒരാഴ്ച കൂടെ. അതിനെന്താ, സിസ്റ്റർ ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ രേവതി അവിടെ കൊണ്ടാക്കിയേക്കാം. പ്രോമിസ്. ഓക്കെ സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്.
രേവതിയുടെ ഹോസ്റ്റൽ വാർഡനാ. പെരോൾ ഒരാഴ്ചത്തെ കൂടെ നീട്ടി കിട്ടിയിരിക്കുകയാണ്. അല്ല, എന്താ ഇത്? എന്താ? വന്നിടയ്ക്ക് അച്ഛനും മോളും കൂടെ കണ്ണീരൊപ്പലും പദം പറച്ചിലൊക്കെ ആയിരുന്നു. അറിയാതെ ഞാനൊന്ന് പറഞ്ഞുപോയി. അച്ഛനെ ചിരിപ്പിക്കാൻ വേണ്ടിയാ മോളെ കൊണ്ടുവന്നത്. ഇപ്പൊ കണ്ടില്ലേ കളിയും ബഹളവും ചിരിയും തമാശയൊക്കെ. 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ പാർട്ടിയാ, സൂക്ഷിച്ചോണം. എനിക്കൊരു അസുഖം ഇല്ലടോ ഡോക്ടറെ. സംശയം നെഞ്ചത്തൊന്ന് ഇടിച്ചു നോക്ക്. ഞാൻ ഇടിക്കും. ഇടിച്ചു നോക്ക്. തന്നെ കൈ വേദനിക്കണല്ലാതെ എനിക്കൊരു കുഴപ്പവും വരാൻ പോണില്ല. രവതി, കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ ഫ്ലോറ ഫോൺ ചെയ്തിരുന്നു. എന്തു പറഞ്ഞു? സിസ്റ്ററെ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. പേടിക്കണ്ട, ചുമ്മാ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാ. ആ കിട്ടിയ തക്കത്തിന് ഞാൻ സിസ്റ്ററെ ഒന്ന് കൈമണി അടിച്ചു. രേവതിക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് തിരികെ പോയാൽ മതി. സിസ്റ്റർ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. തിരികെ വരുമ്പോഴേക്ക് ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാന്ന് പറഞ്ഞു. ആൻഡ് ഷീ അഗ്രീഡ്. നന്നായി. അല്ല, വിശ്വാസമായില്ലെന്ന് തോന്നുന്നു പാർട്ടിക്ക്. ഏയ്, വിശ്വാസക്കുറവൊന്നുമില്ല. ഓ, താങ്ക് യു. എന്നെ ബ്രോക്കറേന്ന് വിളിക്കല്ലേ എന്ന് ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ അനിയ. നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ. നിന്റെ അച്ഛൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അപ്പൂപ്പൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അമ്മൂമ്മ ബ്രോക്കറി ആയിരുന്നില്ലേ? നിന്റെ അല്ലേ? പക്ഷെ അവരൊക്കെ പഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. എന്ന് വെച്ചാൽ അലോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. അലോപ്പതി മുറുക്കാൻ പൊതി ഒന്നുമല്ല, കമ്പ്യൂട്ടർ. അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന്. അല്ല, ഇതുകൊണ്ടെന്താ മെച്ചം? വൈദ്യർക്ക് വൈദ്യശാല നടത്തുന്നോണ്ട് എന്താ മെച്ചം? എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതേ പ്രതീക്ഷ തന്നെ. അതെയോ? എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ പ്രചാരം സിദ്ധിച്ചാൽ ഹ്യൂമൻ പവറിന്റെ സ്ഥാനത്ത് മെക്കാനിക്കൽ പവർ വരും. ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ. വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായി? എല്ലാം മനസ്സിലായി. അനിയന്റെ അപ്പൂപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചലിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൻ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. വീട്ടിലോട്ട് വരണ്ട. അതെന്താ? അപ്പൂപ്പൻ ചത്തുപോയി. പ്രിയപ്പെട്ട സിസ്റ്റർ, അയ്യോ, സിസ്റ്റർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. പ്രിയപ്പെട്ട രേവതിക്ക് ഇന്ദാച്ചി ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്റെ തന്നോളൂ, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന വഴി പോസ്റ്റ് ചെയ്തോളാം. അഡ്രസ്സിൽ രേവതി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ കത്തെവിടെ? എഴുതിയില്ല. അതും കൊള്ളാം. എഴുതുന്നതിന് മുൻപാണോ പോസ്റ്റ് ചെയ്യുന്നത്? മിസ് രേവതി മേനോൻ, കെയർ ഓഫ് എം അച്യുതൻ നായർ. എന്തായത്? ആരെങ്കിലും അവരവർക്ക് തന്നെ കത്തയക്കൂ? അത് ഞാൻ മുത്തച്ഛനെ പറ്റിക്ക് എഴുതി എഴുത്തല്ലേ. എവിടെ പോയാലും അവിടുന്നൊക്കെ ഞാൻ എന്റെ പേരിൽ എഴുത്തയക്കും. മുത്തച്ഛൻ വിചാരിക്കും മോക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഓഹോ, അപ്പോ അച്ഛനെ പറ്റിക്കാൻ എന്റെ മോൾ എന്തൊക്കെ പരിപാടിയാ ഒപ്പിക്കുക? അച്ഛനെ ഞാൻ അങ്ങനെ പറ്റിക്കൂ? അച്ഛനെ പറ്റിച്ചാലുണ്ടല്ലോ. കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം അത് ഗൗരവ പ്രസാദം ഇങ്ങനെ നമുക്ക് പോന്നും. കല്യാണ സമയ സാധനം കൈക്കറികളും പ്രസാദം ഇത് കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം. എനിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു ആവേശ, ഒരു പ്രാന്ത. അത് ഇഡ്ഡലി മാത്രമല്ല, കഴിക്കുന്ന വസ്തു എന്തായാലും പ്രാന്ത. അതുകൊട്ടെ ഒരു നേരം എത്ര ഇഡ്ഡലി തിന്നും? കാര്യമായിട്ടാണോ? ഇവിടെ ഇപ്പൊ എത്ര ഇഡ്ഡലി ഉണ്ട്? ഇവിടെ ഇപ്പോ വീട്ടിലുള്ളവർക്കും ജോലിക്കാർക്കും ഉണ്ടാക്കിയതുണ്ട്. എന്നാ അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വരും. ഞാൻ ഇവിടെ ഇരുന്ന് അത് മുഴുവനും ഇവിടെ ഇരുന്ന് തിന്ന് കാണിക്കാം. തെറ്റ് വയ്ക്കണോ? തെറ്റ് വയ്ക്കണേ പറ. തെറ്റ് വയ്ക്കാൻ വന്നിരിക്കുന്നു. രാവിലെ വയ്ക്കും, ജോലിയൊന്നും ഇല്ലായിരിക്കും. അല്ല, നമ്മുടെ സ്വത്ത് ഭാഗത്തെ പറ്റി
ബാലേട്ടനൊന്നും പറയണ്ടായോ? ഇല്ല. എന്താ? അല്ല, 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാ. ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഇപ്പൊ ദേവുട്ടിക്ക് എന്ത് തരണം, എനിക്ക് എന്ത് തരണം, ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതാ. ആഹാ, അപ്പൊ ഇതാ മനസ്സിലിരിപ്പ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാവൂ.